നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 4 മണിക്കൂർ മുമ്പ് പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് വിമാനം കയറിയവർ നാടണയുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അപകടത്തിൽപ്പെട്ടെന്ന വാർത്ത ഞെട്ടലോടെയാണ് പ്രവാസി ലോകമാകെ കേട്ടത്. ദുബായിൽ നിന്നും പുറപ്പെട്ട വിമാനമായിരുന്നു. പ്രവാസി മുറികളും വീടുകളും സുഹൃത്തുക്കളുമാകെ നെട്ടോട്ടത്തിലായ മണിക്കൂറുകൾ. വിമാനത്തിലുണ്ടായിരുന്നവരുടെ ഫോണുകൾ നഷ്ടമായതിനാൽ വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥ വന്നതോടെ ആശങ്ക കൂടുതലായി. ഫോണുകളിൽ പലതും സ്വിച്ച് ഓഫ് ആയിരുന്നു. അതോടൊപ്പം തന്നെ നാട്ടിലുള്ള സുഹൃത്തുക്കൾ വഴിയും മാധ്യമ സ്ഥാപനങ്ങൾ വഴിയും അന്വേഷിച്ചുവെങ്കിലും വിവരങ്ങൾ കിട്ടിയത് വൈകിയാണ്. പ്രിയപ്പെട്ടവർ ഫോൺ എടുത്ത് സംസാരിച്ചതോടെയാണ് പലർക്കും ജീവൻ നേരെ വീണത്. രാത്രി വൈകിയും വിവരം ലഭിക്കാത്തവരും ഉണ്ടായിരുന്നു. ക്വാറന്റൈൻ മാസത്തെക്കുറിച്ച് തമാശ പറഞ്ഞും ജോലി നഷ്ടത്തെക്കുറിച്ച് സങ്കടം പറഞ്ഞവർ. ഇങ്ങനെ യാത്ര പറഞ്ഞ് അപകടത്തിൽപ്പെട്ട വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ പ്രവാസ മുറികൾ നിശബ്ദമായിരിക്കുകയാണ്. ഉറ്റവർ വിട്ടുപിരിഞ്ഞ വാർത്ത അറിഞ്ഞത് മുതൽ തന്നെ പല മുറികളിൽ നിന്നും പൊട്ടിക്കരച്ചിലാണ് ഉയർന്നു കേട്ടത്. ബന്ധുമിത്രാദികളെ സന്തോഷത്തോടെ യാത്രയാക്കിയവർ വിരഹ വാർത്തകളൊന്നും കാതിലെത്തല്ലേ എന്ന പ്രാർത്ഥനയിലും കഴിയുകയാണ്. വിസ കാലാവധി കഴിഞ്ഞവർക്ക് UAE നീട്ടി നൽകിയ കാലാവധി ഓഗസ്റ്റ് 10-ന് അവസാനിക്കുകയാണ്. ആയതിനാൽ തന്നെ വിസ കഴിഞ്ഞവരായിരുന്നു വിമാനത്തിൽ ഏറെയും ഉണ്ടായിരുന്നത്. ജോലി നഷ്ടപ്പെട്ടിട്ടും പുതിയ ജോലിക്കായി അവസാന നിമിഷം വരെ പ്രതീക്ഷയോടെ കഴിഞ്ഞവരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞ കുടുംബാംഗങ്ങളും വിമാനത്തിൽ ഉണ്ടായിരുന്നു. 3 ദിവസം കൂടി കഴിഞ്ഞാൽ വിസ പുതുക്കണമെന്ന ആശങ്കയോടെ കഴിഞ്ഞവരായിരുന്നു വിമാനത്തിൽ ഏറെയും. യാത്രക്കാരിൽ ഭൂരിപക്ഷവും എംബസിയിൽ നൽകിയ അപേക്ഷയിൽ ജോലി നഷ്ടമെന്നാണ് കാരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗർഭിണികളും വിമാനത്തിൽ ഉണ്ടായിരുന്നു. അതേസമയം ഇന്നലെ കരിപ്പൂരിലുണ്ടായ വിമാനാപകടത്തിൽ 19 പേർ മരിച്ചതായി കളക്ടർ കെ ഗോപാലകൃഷ്ണൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. മന്ത്രി AC മൊയ്തീനൊപ്പമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 190 യാത്രക്കാരിൽ 110 പേരെ കോഴിക്കോടുള്ള ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 11 പേർ മരിച്ചു. 80 പേരെ മലപ്പുറത്തെ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 6 പേർ മരിച്ചതായാണ് കളക്ടർ സ്ഥിരീകരിച്ചത്. അതേസമയം 20 പേർ മരിച്ചതായുള്ള സ്ഥിരീകരിക്കാത്ത വിവരവും ഉണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.